ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കുറുമ്പൻസിന് ഇഷ്ടമുള്ളൊരു ബീട്രൂട്ട് റെസിപ്പി ആട്ടോ. അപ്പോൾ ആദ്യം രണ്ട് ബീട്രൂട്ട് എടുത്ത് ഇതുപോലെ കട്ട് ചെയ്ത് വെക്കണം. അതിനുശേഷം നമുക്ക് വേണ്ടുന്നത് തേങ്ങ, മുളക്, കുറച്ച് കൊച്ചുള്ളി, കുറച്ച് പുളി വേണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ടെല്ലാം അതിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകണ്ട, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതിനുശേഷം ബാക്കി ഇൻഗ്രീഡിയൻസായ മുളകും ഉള്ളിയും തേങ്ങയും ഉപ്പും പുളിയും ഇത് ഇത്രയും കൂടെ ചേർക്കണം. ഇത് കൂടാതെ നമുക്ക് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കണം, പിന്നെ കുറച്ച് മുളക് പൊടി. ഇത്ര ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരുപാട് അരഞ്ഞു പോകരുത്. നമ്മുടെ തോരന് നമ്മൾ ക്രഷ് ചെയ്യത്തില്ലേ, അതുപോലെ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ബാക്കി പരിപാടി എന്നിട്ടാട്ടോ. നല്ല ടേസ്റ്റാണ്, മസ്റ്റ് ട്രൈ ആണ്. ഒരു തവണയെങ്കിലും ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ഒരു പരുവത്തിലെടുക്കണം. അതിനുശേഷം നമ്മൾ ഗ്യാസ് കത്തിച്ച് ചീനിച്ചട്ടി വെച്ചതിന് ശേഷം എണ്ണ ഒഴിച്ചു കടുകും വറ്റൽമുളകും എല്ലാം ഒന്ന് പൊട്ടിച്ചെടുക്കണം. നമ്മൾ സാധാരണ കടുക് പൊട്ടിക്കുന്നതിനൊക്കെ തന്നെ പൊട്ടിച്ചെടുത്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ആ മിക്സിയിൽ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ടിൻ്റെ മിക്സില്ലേ, അത് നമ്മൾ ഇതിലേക്ക് തട്ടിയിടണം. ബാക്കി പരിപാടി അത് കഴിഞ്ഞിട്ടാണ്. ഓക്കെ, നല്ലപോലെ പൊട്ടിത്തെറിച്ചതിന് ശേഷം നമുക്ക് മുളകും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ പരിപാടി നോക്കാം. നമ്മുടെ കുട്ടിക്കുറുമ്പന് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനം കേട്ടോ. ബീട്രൂട്ട് എന്ന് പറഞ്ഞാൽ കുട്ടിക്കുറുമ്പന് ജീവനാണ്. അപ്പം ഞാനിങ്ങനെ മുട്ടയും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം കടുകൊക്കെ പൊട്ടി, അത് കഴിഞ്ഞ് മുളകൊക്കെ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് എല്ലാം തട്ടിയിട്ട് കൊടുക്കണം. ഓക്കെ, അത് നല്ലതുപോലെ ഒന്ന് വേവണം. ആ എണ്ണയിൽ കിടന്ന് ആ ചെറിയൊരു തീയിലൊന്ന് വെന്ത് വരണം. നല്ലപോലെ ഉടച്ചു കൊടുക്കണം കേട്ടോ. ഞാൻ ഇത് ഇന്നലെ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ഇത് രാവിലെ സ്കൂളിൽ പോകാൻ ടൈം ആയപ്പോഴാണ് എടുത്തത്. അതെത്ര കട്ടിയിലിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് ആവിയേറി വരണം. പുളി പക്ഷേ എല്ലാവരും ചോദിക്കും പുളി അരയാതെ കിടക്കുന്നു, പക്ഷെ നല്ലപോലെ അരഞ്ഞ് കിട്ടും കേട്ടോ. നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു കുത്തലോ ചെവയോ ഒന്നും വരത്തില്ല, അറിയത്തത് പോലും. നമ്മൾ സാധാരണ ബീട്രൂട്ട് തോരൻ കഴിക്കുന്ന അതേ ഒരു ടെക്സ്ചർ തന്നെ ആയിരിക്കും. നമുക്ക് സിമ്മിലിട്ടിട്ടൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കണം കേട്ടോ. കുറച്ച് നേരത്തേക്കൊന്ന്, അതിന് ശേഷം മാത്രം നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. അത് കഴിഞ്ഞ് ഞാൻ സിമ്മിലിടാൻ നേരത്ത് ഗ്യാസ് ഓഫായിപ്പോയി. അതാ വീണ്ടും കത്തിക്കേണ്ടി വന്നത്. ഈസി റെസിപ്പിയാണ്, കുറച്ച് സമയം മതി. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം, മറക്കരുത്. അങ്ങനെ ഒരുവിധം വാടിയൊക്കെ വന്നു. നമുക്ക് അടുത്ത് വേണ്ടുന്നത് 2 മുട്ട വേണം. കണ്ടില്ലേ, ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. നമ്മൾ ആ മുട്ട കഴുകിയൊക്കെ ആയിട്ട് എടുത്തത്. അത് കഴിഞ്ഞ് ആ ബീട്രൂട്ടിൻ്റെ ഇതില്ലേ, അതിന് ഇച്ചിരി ഒരു ഗ്യാപ്പ് ഇട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ട ഒന്ന് വേവണ്ടേ, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഇട്ട് അതിനകത്ത് പൊട്ടിച്ചൊഴിക്കുന്നത്. നമുക്ക് 2 മുട്ടയും പൊട്ടിച്ചൊഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ചെറുതായിട്ട് ഇതാക്കാൻ വെക്കുക, ചൂടാവാൻ. അതിനുശേഷം മാത്രം ബീട്രൂട്ടുമായിട്ട് മിക്സ് ചെയ്താൽ മതി. ഒരെണ്ണം പൊട്ടിച്ചൊഴിച്ചു, ഇനി അടുത്തത്. ഓക്കെ, ആ തോടെടുത്ത് ഞാൻ മാറ്റിയായിരുന്നു കേട്ടോ, കാണിക്കാൻ പറ്റിയില്ല. ഞാൻ അല്ലാതെ നോക്കി ഒരുപാട്, പക്ഷെ മാറിയില്ല. പിന്നെ ഞാൻ എടുത്ത് മാറ്റിയായിരുന്നു. ഓക്കെ, അതായത് ചെറിയ രീതിക്ക് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മുട്ട മാത്രം. എന്നാലും ബീട്രൂട്ട് ഇടയ്ക്ക് കയറി വരും, അത് കുഴപ്പമില്ല. ചെറുതായിട്ട് സിമ്മിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ബീട്രൂട്ടുമായിട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പരിപാടി. അത് കഴിഞ്ഞ് നമുക്ക് ഇച്ചിരി കറിവേപ്പിലയൊക്കെ ഇട്ട് ഗാർണിഷ് ചെയ്യുന്ന പരിപാടിയേ ഉള്ളൂ. ഇത് നല്ലതുപോലെ ഉടഞ്ഞ് ബീട്രൂട്ടുമായിട്ട് മിക്സ് ആവണം. എന്നും പറഞ്ഞ് കുഴമ്പ് പരുവത്തിലൊന്നും ആവത്തില്ല. കറക്റ്റ് ബീട്രൂട്ടിൻ്റെ തോരൻ്റെ സ്ട്രക്ചറിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അറിയാനും ബീട്രൂട്ടിന് റെഡ് കളർ ആയതുകൊണ്ട് മുട്ടയിട്ട് അറിയാനും ഇല്ല, മുട്ടയുടെ ടേസ്റ്റും അതിൽ വരത്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി. ഇത് ഞാൻ ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചു, മുട്ട ഇതാവാൻ വേണ്ടിയിട്ട്
നമുക്ക് അടച്ച് വെച്ച് വേവിക്കണമെന്നില്ല. എന്നാലും ഞാൻ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് ഗാർണിഷ് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പം നമ്മുടെ സ്പെഷ്യൽ ബീട്രൂട്ട് മുട്ട ചമ്മന്തി, അതാട്ടോ ഞാൻ പേരിട്ടേക്കുന്നത്. എന്ന് വെച്ചാൽ ചമ്മന്തിയുടെ ഐറ്റംസ് എല്ലാം വരുന്നുണ്ട്, മുട്ടയും ചേർക്കുന്നുണ്ട്, ബീട്രൂട്ടും ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഒരു പേരിട്ടത്. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മസ്റ്റ് ട്രൈ ആണ്. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് കമൻസിൽ അറിയിക്കണം. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.